മധുര നൊമ്പരക്കാറ്റ് എന്ന് പറഞ്ഞ സീരിയലിലെ മെയിൻ നായകനാണ്. അപ്പൊ ചേട്ടായിമാരെ, നമ്മുടെ ടു സെറ്റ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു മിനിറ്റ്, വണ്ടി നിർത്താതെ പ്രശ്നം വരാൻ പറ്റില്ല. അപ്പോൾ ടു സെറ്റ് വ്ളോഗിലേക്ക് നമ്മളെ എല്ലാവർക്കും സ്വാഗതം. രാവിലെ അടിച്ച് നമ്മളിന്ന് ഇത്തിരി വൈകിട്ടാണ് നമ്മൾ പോകുന്നത്. എവിടേക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനഃപൂർവ്വം പോകാൻ കേട്ടോ. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വൈകിട്ട് പോകുന്നത്, അല്ലെങ്കിലൊക്കെ നേരത്തെ പോയി സംഭവം എടുത്ത് വീട്ടിൽ വന്നിട്ടുണ്ടാവും. അപ്പോൾ മാർക്കറ്റിലേക്കാണ് പോകണത്. മാർക്കറ്റിലേക്ക് എന്തിനാണ് പോകുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പിള്ളേരെന്നല്ല പറഞ്ഞായിരുന്നു, വിനോട്ട അവിടെ ഷൂട്ടിംഗ് ഉണ്ട്, സുരാജ് വെഞ്ഞാറമ്പൂണ്ട് ഷൂട്ടിംഗ് ഉണ്ട് നമ്മുടെ മാർക്കറ്റിൻ്റെ ഉള്ളിൽ. എല്ലാതും അവരുടെ കൺട്രോളിലാക്കി അവർ പൈസൻ്റെ ഒക്കെ കൊടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഷൂട്ടിംഗ് ഉണ്ട്, രാവിലെ 7 മണിക്കുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ശരി നോക്കാം, നമുക്ക് എന്താ ഷൂട്ടിങ് സിനിമ എന്തെങ്കിലും നമുക്ക് അറിയണ്ടേ, ആരൊക്കെ വരുന്നുണ്ടെന്നൊക്കെ അറിയണ്ടേ. നമ്മുടെ അടുത്തുണ്ടായിട്ട് നമ്മളൊന്നും അറിയാതിരുന്നാൽ പിന്നെ അത് മോശമല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളിന്ന് മനഃപൂർവ്വം വൈകി പോവാണ്. അപ്പോൾ അത് നോക്കി കഴിഞ്ഞിട്ട് നമുക്ക് ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ നോക്കി നല്ല സമാധാനത്തിൽ തരാമെന്നുള്ളൊരു പരിപാടിയിലാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് അവിടെ പോയി അവിടുത്തെ കാര്യങ്ങളും എന്താണ് ഏതാണെന്നൊക്കെ നോക്കിയിട്ട് നമുക്ക് വരാം. എന്നാൽ പിന്നെ പോവാണ്. ഓക്കെ. അപ്പം ചേട്ടായിമാരെ, നമ്മുടെ വലിയങ്ങാടി മാർക്കറ്റിലെത്തിയിരിക്കുകയാണ്. അത് നമ്മുടെ ചെറുതാണ് കറുവപ്പല. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ജംഗ്ഷനിലെത്തി, ജംഗ്ഷനുള്ളിലേക്ക് കയറി പോവാണ് കേട്ടോ. ഇതെന്താ കണക്കെഴുത്താണ് ചേട്ടായിമാരെ. നമ്മൾ മാർക്കറ്റിൻ്റെ ഉള്ളിലെത്തിയിരിക്കേണ്ടത് നമ്മുടെ ചെറുതാണ് കേട്ടോ. ഭാവികൾ പഠിക്കാൻ പോണ ആൾക്കാരാണ് അവർ. രാവിലത്തെ സമ്പാദ്യമൊക്കെ കഴിഞ്ഞിട്ട് അവർ പഠിക്കാൻ പോകുള്ളൂ. എന്ന് വെച്ചാൽ രാവിലെ നേരത്തെ വന്ന് 500-1000 ഒക്കെ ഉണ്ടാക്കിയിട്ടാണ് പിന്നെയാണ് ടൈം പാസ് ലെവലിൽ കാശൊക്കെ ഉണ്ടാക്കിയിട്ട് പഠിക്കാൻ പോകുന്നത്. നമ്മുടെ പിള്ളേർ സെറ്റ് നിറയുന്നതിനുള്ളിൽ. അതെ. അപ്പോൾ മാർക്കറ്റിൽ വന്നു ഇനിയിപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇനി പോയിട്ട് വല്ല നാണമായിട്ട് ഓടുകയാണ്. ഇവിടെ വേറെ ചെറുത്. അപ്പോൾ ചെറുതുകളുടെ ചെറുതാണ് ഇവിടെ ഇഷ്ടം പോലെ. അപ്പോൾ അവരൊക്കെ കച്ചവടക്കാരാണൊക്കെ. രാവിലെ സമ്പാദ്യം, അത് കഴിഞ്ഞാൽ പഠിത്തം, അത് കഴിഞ്ഞ് ഓരോരോ പരിപാടി പറഞ്ഞ ടീമുകളാണ്. നേരെ ഉള്ളിലേക്ക് കയറി പോകണം കേട്ടോ. അപ്പോൾ ചേട്ടായിമാരെ, നമ്മൾ മാർക്കറ്റിൻ്റെ ഉള്ളിലിട്ട് കയറി പോകും. മാർക്കറ്റിൻ്റെ ഉള്ളിലേക്ക് സിനിമ ഷൂട്ടിങ്ങിൻ്റെ ഉള്ളിലുണ്ടെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മുടെ ചേട്ടന്മാരുടെ, നമ്മുടെ പരിചയമുള്ള കച്ചവടക്കാരുടെ എല്ലാ കടയൊക്കെ നോക്കിക്കോളൂ. അപ്പോൾ നമ്മൾ കാണാൻ പോകണേ. ഷൂട്ടിംഗ് എന്ന് പറഞ്ഞിട്ടൊന്നും കാണാനില്ല. അപ്പോൾ ചേട്ടായിമാരെ, നമ്മൾ മാർക്കറ്റിൻ്റെ ഉള്ളിൽ കയറി ഷൂട്ടിംഗ് എന്ന് പറഞ്ഞിട്ട് വന്നാണ്. നോക്കുമ്പോൾ ആരെയും കാണാനില്ല, ഈച്ച പോലും കാണാനില്ല. ഈച്ചയുണ്ട് കേട്ടോ, ഈച്ചയും കച്ചവടക്കാരൊക്കെ നിറയുണ്ട്. നിറയെ ആളുകൾ നമ്മൾ വരുന്ന വഴി കണ്ടില്ല, നിറയെ കടക്കാരൊക്കെ ഉണ്ട്. ഇവരെന്തായിരിക്കുന്നറിയോ, എല്ലാ കച്ചവടക്കാരും സുഹൃത്തുക്കളും സഹകരിക്കുക എന്ന് പറഞ്ഞിട്ട് ബോർഡിൽ എഴുതി വെച്ചിട്ട് ആ ബോർഡ് കാണിച്ചു തരാം. ചേട്ടായിമാരെ, ഇത് നമ്മൾ മാർക്കറ്റിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ഉള്ളിൽ ഉള്ളൊരു അടിപൊളി അമ്പലമാണ്. എല്ലാവർക്കും തൊഴുതാൻ വേണ്ടിയിട്ടുള്ളൊരു അമ്പലമാണ്. അപ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ. നമ്മൾ പോകുമ്പോൾ സാധനങ്ങളൊക്കെ മേടിക്കാൻ പോകുമ്പോൾ നല്ല തിരിയൊക്കെ കൊളുത്തിട്ട് നല്ല ചമ്പരത്തിലുണ്ടാവും അവിടെ ഒരു പൂജാരിയൊക്കെ ആയിട്ട്. അപ്പോൾ അതായത് ഉള്ളാണ്. അപ്പോൾ നമുക്കിനി ഓരോരുത്തരുടെ കടക്കാരൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് പരിചയപ്പെടുന്നില്ല. എല്ലാവരും നമുക്ക് നോക്കാം. എല്ലാവരുടെ കച്ചവട സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഓരോരുത്തർ ഇരിക്കുന്നതും ഓരോ സാധനങ്ങൾ ഓരോരുത്തർക്ക് കൊടുക്കുന്നതും അങ്ങനെയെല്ലാം നമുക്ക് നോക്കാം കേട്ടോ. കാര്യം അല്ലല്ല, നിങ്ങൾ ആദ്യം നിങ്ങൾ അറിയാണ്ട് എടുത്ത് വെച്ചു. അറിയാണ്ട് എടുത്ത് വെച്ചു. നിങ്ങൾ എടുത്ത് വെച്ചു. ഗണേട്ട പോയില്ലേ? രാവിലെ ഉറങ്ങണ നമ്മുടെ നാരായണാട്ടാണ്. മാർക്കറ്റിനുള്ളിൽ കുറെ കാലങ്ങളായി കച്ചവടം ചെയ്യുന്നത്. ഓഹോ, മീശ മുറുക്കണമെന്ന് കണ്ട. ഇതാണ് നമ്മുടെ ആൾക്കാർ. മാർക്കറ്റിനുള്ളിൽ വന്ന എല്ലാവരും ഇടിക്കുന്നുള്ള ലെവലാണ് കേട്ടോ. രാവിലെ പച്ചക്കറി എടുക്കാൻ രാവിലെ നമ്മളെ കൊണ്ട് ഓരോ
സ്റ്റൈലല്ലേ നിൽക്കണ. എന്താണ് ഇല്ല ഇല്ല വേറൊന്നും എടുത്തില്ല. നീ എന്താ കണ്ണാ വിളിച്ചു കഴിഞ്ഞപ്പോ മറ്റേ മുത്താശ്ശേരിയാണ്. ഞങ്ങളുടെ എല്ലാം മുത്തപ്പനാണ് ആദ്യമായിട്ട്. നമ്മൾ കുറച്ച് പച്ചക്കറിയൊക്കെ കുറച്ച് മേടിച്ചിട്ടുണ്ട്. ഇപ്പൊ വേറെ വഴിയൊന്നുമില്ല, വണ്ടി കൊണ്ട് വെറുതെ പോണ്ടേ. അപ്പൊ കുറച്ച് പച്ചക്കറിയാണ് നമ്മൾ ചില്ലറ മേടിച്ചിട്ടുണ്ട്. ഇതാണ് നല്ല പച്ചക്കറിപ്പൊക്കെ കയ്പ് തീരെ കമ്മിയായിരിക്കും എന്നൊക്കെ പറയാമല്ലോ. കാരണം മോഡലിൽ മാറിയിരിക്കും കല്യാണം കഴിഞ്ഞ നല്ലതേ ഉള്ളൂ. അപ്പം മറ്റേ ചെറുതായി വണ്ടി എടുക്കും ഇതൊക്കെ സമ്പാദ്യം കഴിച്ച് ബില്ലെഴുതിക്കൊണ്ടിരിക്കുന്ന വീട്ടിൽ പോകുന്ന ടീമുകളാണ്. നമ്മൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കച്ചവടം ചെയ്താൽ കിട്ടില്ല. ഇതാണ് കേസ് കേട്ടോ ഇവിടെ മാർക്കറ്റില്. അപ്പോൾ നല്ല അടിപൊളി പച്ചമുളകൊക്കെ ഉണ്ട്. സൂപ്പർ സാധനമാണ്. വില കമ്മിയാണ് കേട്ടോ. 100-160 രൂപ വില തരുന്നുണ്ട് കടകളിൽ കിട്ടുന്നത്. അതാണ് വില. എല്ലാം വില കൂടുതലാണ് സാധനങ്ങൾ. മാർക്കറ്റിലെ സാധനങ്ങളെല്ലാം പച്ചക്കറി വില കൂടുതലാണ്. മഴയില്ലാത്തതുകൊണ്ട് എല്ലാ സാധനങ്ങളും വിലയാണ്. നമ്മൾ ഷൂട്ടിംഗ് എന്ന് പറഞ്ഞ് വന്നതായിരുന്നു. ഷൂട്ടിങ് 7:30 എന്ന് പറഞ്ഞാൽ അവിടെ എഴുതിയില്ല. ഷൂട്ടിങ്ങൊന്നും കാണാനില്ല. ഇനിയിപ്പോൾ കുറച്ച് കഴിയും തോന്നുന്നു. ഷൂട്ടിംഗ് അല്ല, സീരിയലാണ് അത്ര. നമ്മൾ ആകാംക്ഷയോടെ മാർക്കറ്റിലേക്ക് പോകുന്നതൊക്കെ മുടക്കി ഇങ്ങോട്ട് 7:30 എല്ലാം വന്നാൽ നോക്കുമ്പോൾ ഷൂട്ടിംഗ് കാണാനില്ല. കുറച്ച് ചേട്ടായിമാർ അവിടെ നിൽക്കണം. നോക്കുമ്പോൾ എന്താ സംഭവം ചോദിച്ചപ്പോൾ സീരിയലാണെന്നാണ് പറഞ്ഞു. സീരിയലെങ്കിൽ സീരിയൽ, സിനിമയില്ലെങ്കിൽ വേണ്ട. അപ്പോൾ നമ്മൾ അവർ എന്തായാലും എടുത്തിട്ടേ പോവുള്ളൂ. എന്നാൽ പിന്നെ ഓക്കെ, നമ്മൾ കുറച്ച് സാധനം പർച്ചേസ് ചെയ്തിട്ട് അതിലോട്ട് പോവാം. പറയാം എന്താ ആരോ എന്ത് പറഞ്ഞ എഴുതിയപ്പോൾ എനിക്ക് പറയുള്ളൂ. ഞാൻ പോയിട്ട് അവിടെ ഉണ്ണിമൂന്നല്ല, ഉണ്ണിമൂന്നിന്റെ അനിയൻ സിനിമ ഷൂട്ടിങ്ങില്ല ഇവിടെ. ആപ്പിൾ, ഓറഞ്ച്. നിങ്ങളല്ലേ ടീമുകൾ? ഇവരാണ് ടീമുകൾ. ഓരോ ടീമുകൾ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇവര് സീരിയലിന്റെ സീരിയലിന്റെ പേരെന്താണ്? മധുരനൊമ്പരക്കാറ്റ് എന്ന് പറഞ്ഞ സീരിയലാണ്. അപ്പോൾ അതിനു വേണ്ടിയുള്ള ഷൂട്ടിങ്ങാണ് നടക്കാൻ പോകുന്നത് മാർക്കറ്റിനുള്ളിൽ. അപ്പോൾ അതിനുള്ള ഏട്ടന്മാരാണ് ഇപ്പോൾ സാധനങ്ങളൊക്കെ ഇവിടെ ഇറക്കിക്കൊണ്ടിരിക്കുന്നത് കണ്ടത്. അപ്പോൾ നമ്മളിനി നിൽക്കുന്നില്ല. ഇത് എത്ര മണിക്ക് തുടങ്ങും? അപ്പോൾ ഇപ്പോൾ തുടങ്ങും. കുറച്ച് നേരം നിൽക്കും, നോക്കാം. അതിൻ്റെ आज दिल्ली के लिए ഇറക്കി വെച്ചിട്ട് ഒന്ന് മാറ്റിച്ചല്ലേ ഉണ്ണിയാട്ട ഒറ്റയ്ക്ക് അവിടെ. ഒരു വീഡിയോ ഇപ്പത്തെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് മധുരനൊമ്പരക്കാറ്റ് എന്ന് പറഞ്ഞ സീരിയലിലെ മെയിൻ നായകനാണ്. നമ്മൾ സിനിമയിലും സീരിയലിലും വേറെ കണ്ടു. സിനിമയിലും സീരിയലിലും ഉള്ള ആളാണ്.
ചേട്ടായിമാരെ നമ്മൾ രാവിലെ വന്നിട്ട് നമ്മുടെ വീഡിയോ കാണാൻ വേണ്ടി വന്നതാ, സിനിമ ഷൂട്ടിങ് കാണാൻ വേണ്ടി വന്നായിരുന്നു. അവരൊക്കെ തുടങ്ങണേ ഉള്ളൂ, നമ്മൾ ഓരോരുത്തർ എന്ന് തുടങ്ങണേ ഉള്ളൂ. സംഭവം സിനിമയല്ല, സീരിയലാണ്. ഇത് നമ്മുടെ സ്വന്തം ഒക്കെയാണ് കേട്ടോ. അപ്പൊ നമ്മളെ പരിപാടിയൊക്കെ കഴിഞ്ഞ് പർച്ചേസിങ് നമ്മൾ കടയിൽ കയറിയതാണ്. അപ്പോൾ ഗോൾഡ് ഒന്നും വേണ്ട. അപ്പോൾ അവര് സിനിമ ഷൂട്ടിംഗ് ആണെന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്ര നേരം സീരിയലാണ്, നമ്മളെ മധുര നമ്പരക്കാറ്റ് എന്ന് പറഞ്ഞ സീരിയലാണ് അവർ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞത്. വേറെ ഏതൊക്കെയോ സീരിയലുണ്ട്, നമുക്ക് സീരിയൽ കണ്ട് പരിചയമില്ലാത്തതുകൊണ്ട് അറിയില്ല. ഏതൊക്കെയോ നമ്മൾ കാണാറുണ്ട്, നമ്മൾ കടയെ കടച്ച് വന്ന് ഇങ്ങനെ ടി വിയിൽ മുന്നിൽ നിൽക്കുമ്പോൾ പുള്ളിക്കാരനെ കാണാറുണ്ട്. അപ്പോൾ മെയിൻ ഫേമസ് നടനാണ്. അപ്പോൾ അവരുടെ കഴിഞ്ഞ് അഭിനയവും കാര്യങ്ങളൊക്കെ അവിടെ അവർ പോണേ ഉള്ളൂ, നമുക്ക് കാണാൻ സമയമില്ല, നമ്മൾ കടയ്ക്ക് പോകണം. അപ്പോൾ ഓക്കെ ഇപ്പോഴേ വൈകിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് സെലിയും വലിയകത്ത് ചാവക്കാട്. ഇതുവരെ നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഞാൻ കുളിച്ചിട്ടുമില്ല, പല്ല് തേച്ചിട്ട് പോലും കേട്ടോ. എൻ്റെ മുഖം അതുകൊണ്ടാണ് ഇങ്ങനെ ഗ്ലാമർ കൂടുതലിരിക്കുന്നത്. അപ്പോൾ എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഷൂട്ടിങ്ങിൻ്റെ അത്യാവശ്യ കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. കൂടുതൽ നിൽക്കാൻ സമയമില്ല. എന്താ വെച്ചാൽ നമുക്ക് കട തുറക്കണം, നമ്മുടെ വയറ്റിപ്പഴപ്പം അതാണ്. അവർ ഷൂട്ടിംഗ് ഒക്കെ എടുത്തിട്ട് ചിരിച്ചിട്ട് മിണ്ടാണ്ട് പോകും. അപ്പോൾ അതിനിടയിലുള്ള ലീലാവിലാസമാണ് നമ്മുടെ. അപ്പോൾ നമ്മൾ കുറച്ച് അതിൻ്റെ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു നായകൻ വരുന്നത് കണ്ടു. അപ്പോൾ ആൾ സംസാരിക്കും. നായകൻ പുള്ളിക്കാരൻ നിങ്ങളുടെ ഇത് നമ്മുടെ നായകനാണ്, ഇത് നമ്മുടെ നായകനാണ്. അപ്പോൾ നായകനെ എടുത്തു, എല്ലാ പരിപാടിയും സംസാരിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ അവര് സീരിയൽ മധുര നമ്പരക്കാറ്റ് എന്ന് പറഞ്ഞ സീരിയലാണെന്നാ പറഞ്ഞത്. മധുരം മാത്രമേ ഉള്ളൂ. അതെ, നമുക്കൊക്കെ മധുരമില്ല, നമുക്കൊക്കെ നമ്പരം, അവർക്ക് മധുരമുണ്ട്. അപ്പൊ ആകുമല്ലെങ്കിലും. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ. ഇനിയിപ്പോ മധുരം പോയി നമ്പരം പോയി ഇനി കാറ്റടിക്കാൻ പോണ്. അപ്പൊ കാറ്റോ എന്തടിക്കും നമുക്കറിയില്ല. അപ്പൊ നമ്മുടെ കാര്യങ്ങൾ നോക്കുക മാത്രമേ ഉള്ളൂ. അപ്പൊ അവരുടെ അഭിനയം കാര്യങ്ങളായിട്ട് അവർ പോകണം. അപ്പൊ നമ്മൾക്ക് കട തുറക്കുന്നുള്ളതുകൊണ്ട് നമ്മൾ പോകണം. അപ്പൊ ഇവര് നമ്മുടെ ഏട്ടന്മാരാണ്, സ്ഥിരം ചേട്ടായിമാരാണ്. വ്യാപാരമൊക്കെ കഴിഞ്ഞ് പൈസയൊക്കെ പെട്ടിയിലാക്കിട്ട് പോകുന്ന ടീമുകളാണ്. പറഞ്ഞിട്ട് 2 മണിക്ക് അടിച്ചിട്ട് വരാം. 2 മണിക്ക് നിങ്ങൾ ഉറങ്ങുമ്പോ നമ്മൾ അടിച്ചു നിൽക്കണേ. അതാണ് സംഭവം. അപ്പൊ നമ്മൾ ശരി, ഓക്കെ ബൈ, പോകണം.